Hi friends, welcome back to another beautiful episode of IGNOU Plus. In our today's video, we will be seeing about what happens after the IGNOU examination. Don't forget to watch full video as it contains important topics as well as content. The video will be both in Malayalam as well as in English, and you will be getting English subtitle. Let us go to the video now. So now today's video, our major topic is what happens after the IGNOU exam. നമ്മളെല്ലാവർക്കും തന്നെ ഒത്തിരിയേറെ സംശയമുള്ളൊരു കാര്യമാണ് ഇഗ്നോയുടെ എക്സാം എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇഗ്നോയുടെ എക്സാമിന് ശേഷം ഇവാലുവേഷൻ പ്രൊസീജിയർ എങ്ങനെ നടക്കുന്നു, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഈ കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എക്സാമിന് മുമ്പായിട്ട് അവർ നമുക്ക് ഡേറ്റുകളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഫിക്സ് ആകണമെങ്കിൽ നമ്മുടെ എക്സാം ഹോൾ ടിക്കറ്റ് വന്നാൽ മാത്രമേ അത് നമുക്ക് എന്നാന്ന് കൃത്യമായിട്ട് ഡേറ്റ് അറിയാൻ സാധിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ ഇഗ്നോയുടെ ഫസ്റ്റ് എക്സാമിന് ഒരാഴ്ച മുമ്പായിരിക്കും നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ നമ്മുടെ എക്സാം എഴുതേണ്ട പ്ലേസ് അത് കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ എവിടെയാണ് പോയി എഴുതേണ്ടതെന്നും ഡേറ്റുകളും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ഉറപ്പ് വരുത്തുക കൊടുത്തിരിക്കുന്ന ഡേറ്റിൽ നമ്മൾ പോകുന്നുണ്ട്, എക്സാം എഴുതുന്നുണ്ട് എന്നുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു 3 എക്സാം അല്ലെങ്കിൽ 5 എക്സാമിനാണ് എൻറോൾ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ 3 എണ്ണം എഴുതിയാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ എൻറോൾ ചെയ്യുന്ന എക്സാം എല്ലാം എഴുതണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം കഴിയുന്നിടത്തോളം എക്സാം എഴുതുക, അതിനുശേഷം സ്കിപ്പ് ആവുക. പിന്നെ അടുത്ത വട്ടം 6 മാസത്തിന് ശേഷം പിന്നെ അടുത്ത എക്സാം വരുമ്പോൾ പിന്നെയും ആ സ്കിപ്പ് ചെയ്ത 2 സബ്ജക്റ്റ് എൻറോൾ ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻറോൾ ചെയ്ത എല്ലാ എക്സാമും എഴുതണമെന്ന് നിർബന്ധമുണ്ടോ, അത് എഴുതിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട കാര്യങ്ങളില്ല. സോ മേക്ക് ഷുവർ ദാറ്റ് whatever exams or subjects you are enrolling, you are giving the exam if possible. If not possible, you can skip whatever you like and prepare well and give the exam. Second thing, usually after the IGNOU exam, within 45 days our results will be starting to come out. നമ്മുടെ എക്സാം കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിലായിരിക്കും നമ്മുടെ റിസൾട്ടുകൾ വരുന്നത്. അതായത് ഇപ്പോൾ ഡിസംബർ 1-നാണ് എക്സാം തുടങ്ങുന്നതെങ്കിൽ ഒരു ജനുവരി 15 കൂടി, ഡിസംബർ 1-ലെ എക്സാമിൻ്റെ റിസൾട്ട് ജനുവരി 15-ന് ശേഷം മാത്രമേ വരികയുള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ചില റിസൾട്ടുകൾ താമസിക്കും, കാരണം ഒരുപാട് പേര് എഴുതുന്ന സബ്ജക്റ്റുകളാണെങ്കിൽ അതിൻ്റെ ഇവാലുവേഷൻ മൊത്തമായിട്ട് കഴിയാതെ യൂണിവേഴ്സിറ്റി റിസൾട്ട് പബ്ലിഷ് ചെയ്യല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മുടെ യൂസർ ഐ ഡിയും ലോഗിൻ ഐ ഡിയും ഒക്കെ ഉപയോഗിച്ചില്ല, എൻറോൾമെൻറ്റ് നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഇഗ്നോയുടെ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇഗ്നോ റിസൾട്ട് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ലിങ്ക് വരും. അവിടെ കൊടുത്ത് നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഡേ ബൈ ഡേ ഉള്ള അപ്ഡേറ്റുകൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഗ്രേഡ് കാർഡ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കതിനുള്ള ഇൻഫർമേഷൻ കിട്ടും. പലപ്പോഴും നമുക്ക് ഡൗട്ട്, നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റിസൾട്ട്, എക്സാമിൻ്റെ റിസൾട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ നോട്ട് കംപ്ലീറ്റഡ് എന്നായിരിക്കും സൈഡിൽ കൊടുക്കുന്നത്. അതിന് കാരണം നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് നമ്മുടെ സ്റ്റഡി സെൻറ്റർ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. എന്ത് വന്നാലും എക്സാം കഴിഞ്ഞ് ഒരു 6 മാസത്തിനുള്ളിൽ നമ്മുടെ എല്ലാ അപ്ഡേഷനും വരേണ്ടതാണ്. കാരണം എക്സാം കഴിഞ്ഞ് നമ്മുടെ റിസൾട്ട് ഔട്ടായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി ഡിസ്പാച്ച് ചെയ്യാറുണ്ട്. സോ അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ അസൈൻമെൻറ്റ് മാർക്ക് വരും. നിങ്ങൾ പാനിക്കാവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ റിസൾട്ട് വന്ന് 6 മാസത്തിന് ശേഷവും അപ്ഡേഷൻ ആവുന്നില്ല, തീർച്ചയായിട്ടും നിങ്ങൾ എൻക്വയറി ചെയ്യുക. ഒരു 3 മാസത്തിന് ശേഷം നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാൻ സാധിക്കുന്നതാണ് സ്റ്റഡി സെൻറ്ററിൽ. പക്ഷേ വെയിറ്റ് ചെയ്യുക, സാധാരണയായിട്ട് എല്ലാ റിസൾട്ടുകളും അപ്ഡേറ്റ് ആയിട്ട് വരാറുണ്ട്. ഇനി ആഫ്റ്റർ ദി എക്സാം വാട്ട് വി ക്യാൻ ഡു? Sometime the result will be coming out and we may be failed. Okay, out of 100 mark we may be getting 30 mark. In that case we will be failed. In that case we can go for an re-evaluation. Remember, നമ്മുടെ എക്സാമുകൾ OMR ഷീറ്റ് നടത്തുന്ന എക്സാമുകൾ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമുകളുടെ റീഇവാലുവേഷൻ പെർമിറ്റഡ് അല്ല. ബാക്കി എല്ലാ എക്സാമുകൾക്കും, മേജറായിട്ടുള്ള എല്ലാ എക്സാമിനും നമുക്ക് റീഇവാലുവേഷന് പോകാൻ സാധിക്കുന്നതാണ്. അപ്പം റീഇവാലുവേഷൻ ആൻസർ സ്ക്രിപ്റ്റ് എക്സാമിന് ശേഷം 40 ദിവസത്തെ സമയം
സമയമാണ് നമുക്കുള്ളത്. അപ്പം നമ്മുടെ റിസൾട്ട് ഫെബ്രുവരി 1 വരുന്നതെങ്കിൽ ഫെബ്രുവരി 1 തൊട്ട് 40 ദിവസത്തിനുള്ളിൽ നമ്മൾ റീവാലുവേഷന് അപ്ലൈ ചെയ്തിരിക്കണം. അതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ കോപ്പി, ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി കിട്ടണമെന്നാണെങ്കിൽ അത് നമുക്ക് 30 ദിവസത്തെ സമയമാണുള്ളത്. അപ്പോൾ റിസൾട്ട് വന്ന് അന്ന് മുതൽ 30 ദിവസത്തെ കൗണ്ടിംഗ് ആണ് നടത്തുന്നത്. അതിനുള്ളിൽ നമ്മൾ നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റിനുള്ള അപേക്ഷ കൊടുത്തിരിക്കണം. ഇത് രണ്ടും നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ റീവാലുവേഷനുള്ള പ്രൊസീജിയർ മറക്കാതിരിക്കുക. ഈ പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ അസൈൻമെൻറ്റും ജേണൽ മാർക്കുകളും നമുക്ക് അതിനുശേഷം സമയാസമയം യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തു തരും. നമ്മുടെ റിസൾട്ട് വരുന്നതിൻ്റെ കൂടിയാണ്. ഇപ്പം നമ്മൾ ജൂൺ സെഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഏപ്രിൽ 30 ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ്. അസൈൻമെൻറ്റിൻ്റെയും ജേണലിൻ്റെ സബ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് നമ്മുടെ ഏപ്രിൽ 30 ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ ഏപ്രിൽ 30-നുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ എക്സാം റിസൾട്ടിന് ശേഷം എക്സാം റിസൾട്ടിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജേണലിൻ്റെയും അസൈൻമെൻറ്റിൻ്റെയും മാർക്ക് അപ്ഡേറ്റ് ആവത്തുള്ളൂ. ഇനി ഏപ്രിൽ 30-ന് ശേഷം സബ്മിറ്റ് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിസൾട്ട് അടുത്ത ഡിസംബറിൻ്റെ റിസൾട്ടിൻ്റെ കൂടെ മാത്രമേ വരികയുള്ളൂ. ആ ഒരു കാലയളവ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ നമ്മുടെ അസൈൻമെൻറ്റും ജേണലും സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ റിസൾട്ട്, ഇഗ്നോയുടെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ എക്സാമിൻ്റെ 70% മാർക്കും നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ 30% മാർക്കുമായിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് തന്നെ കൂട്ടി നോക്കാവുന്നതേ ഉള്ളൂ. 100-ൽ 70 മാർക്ക് കിട്ടുന്നൊരു വ്യക്തിക്ക്, അല്ലെങ്കിൽ 100-ൽ 60 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്ക് കിട്ടുന്നൊരു വ്യക്തിക്ക് ആ 50-ൻ്റെ 70%-ഉം ഒപ്പം നമ്മുടെ അസൈൻമെൻറ്റിന് 100-ൽ 80 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ ആ 80 മാർക്കിൻ്റെ 30% തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫൈനൽ റിസൾട്ട് കിട്ടും. ആ റിസൾട്ടായിരിക്കും നമ്മുടെ മാർക്ക് ഷീറ്റിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മാർക്ക് ഷീറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫൈനലായിട്ടുള്ള ഓവറോൾ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ പലപ്പോഴും യൂണിവേഴ്സിറ്റി നമ്മുടെ മാർക്ക് ലിസ്റ്റ് നമ്മുടെ എൻറോൾ ചെയ്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് ഡിസ്പാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യമേ എത്തുന്നത്, എക്സാമിന് ശേഷം ആദ്യമേ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് നമ്മുടെ മാർക്ക് ലിസ്റ്റും ഒരു പ്രൊവിൻഷ്യൽ സർട്ടിഫിക്കറ്റും ആയിരിക്കും. ഈ പ്രൊവിൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഒരു പേപ്പറാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒരു പേപ്പറാണ്. അതിന് 6 മന്ത് വാലിഡിറ്റി ആണുള്ളത്. അതായത് നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷം 6 മന്ത് വാലിഡിറ്റി ഉള്ള ഒരു പ്രൊവിൻഷ്യൽ സർട്ടിഫിക്കറ്റാണ് നമ്മുടെ കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കലി, അതായത് നമ്മുടെ എക്സാം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഇഗ്നോ കോൺവൊക്കേഷൻ വിളിക്കും. ആ കോൺവൊക്കേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഒറിജിനൽ പ്രൊവിൻഷ്യൽ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നിടം വരെ ഉപയോഗിക്കാനുള്ള സർട്ടിഫിക്കറ്റാണ് താൽക്കാലികമായിട്ട് നമുക്ക് നമ്മുടെ മാർക്ക് ലിസ്റ്റിലൂടെ കിട്ടുന്നത്. അത് ഭാവിയിലേക്ക് ഉപകാരപ്പെടുകയില്ല. എമർജൻസി ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയാണ് യൂണിവേഴ്സിറ്റി അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ എക്സാമിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റ് നമ്മുടെ അഡ്രസ്സിലേക്ക് ഇഗ്നോ സെൻഡ് ചെയ്യും. ആ മാർക്ക് ലിസ്റ്റിൻ്റെ കൂടെ ഒരു പേപ്പർ പ്രൊവിൻഷ്യൽ സർട്ടിഫിക്കറ്റും ഉണ്ടാവും. അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 6 മാസം മാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ കോൺവൊക്കേഷൻ അത് കഴിയുന്നവിടെ ഇഗ്നോ വിളിക്കും. അതായത് ഇപ്പോൾ ഒരു ജൂണിലെ എക്സാം നടക്കുന്ന, ലാസ്റ്റ് ജൂണിലെ എക്സാമിൻ്റെ കോൺവൊക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഈ ഫെബ്രുവരിയിലാണ്. അതായത് ഒരു 6 ഇല്ലെങ്കിൽ 8 മാസത്തിനുള്ളിൽ കോൺവൊക്കേഷൻ യൂണിവേഴ്സിറ്റി വിളിക്കും. നമുക്കിപ്പം ഈ ലാസ്റ്റ് ഫെബ്രുവരിയിലെ 37th കോൺവൊക്കേഷനാണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത 38th കോൺവൊക്കേഷനാണ് ഇനി വരാനുള്ളത്. അതായത് അടുത്ത എക്സാം കഴിഞ്ഞ് 6 തൊട്ട് 8 മാസത്തിനുള്ളിൽ അടുത്ത കോൺവൊക്കേഷൻ വിളിക്കും. അപ്പം ആ കോൺവൊക്കേഷന് നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. കോൺവൊക്കേഷൻ്റെ ഫീസ് എന്ന് പറയുന്നത് 600 രൂപയാണ്, 600 റുപ്പീസാണ് മേജർ കോഴ്സുകളുടെ കോൺവൊക്കേഷൻ ഫീസ്. പിന്നെ നമ്മുടെ സർട്ടിഫൈഡ് കോഴ്സുകൾക്കൊക്കെ ആണെങ്കിൽ 200 രൂപയാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കോൺവൊക്കേഷൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, കഴിഞ്ഞാൽ ഇപ്പോൾ 35th കോൺവൊക്കേഷന് ചെയ്യേണ്ടിരുന്ന ഒരാളാണ്, നമ്മളിത് ഓൺലൈനിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റീജിയണൽ സെൻറ്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രൊവിൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മളത് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവർ ഓപ്ഷൻ തരുന്നുണ്ട്, ഓൺലൈനായിട്ട് വേണോ ബൈ ഹാൻഡിൽ വേണോ എന്നുള്ളത്. അപ്പോൾ ഓൺലൈനായിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ അഡ്രസ്സ് മാറ്റമുണ്ടെങ്കിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ ഡിസ്പാച്ചായിട്ട് നമുക്ക് കയ്യിലെത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഓർക്കുക, തീർച്ചയായിട്ടും നമ്മുടെ ID പാസ്വേഡ്, നമ്മൾ ആദ്യമേ രജിസ്റ്റർ ചെയ്യുമ്പോൾ IDയും പാസ്വേഡും ഒരു കാരണവശാലും മറക്കാതിരിക്കുക. കാരണം ഈ IDയും പാസ്വേഡും അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കോൺവൊക്കേഷനുള്ളതും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊവിൻഷ്യൽ സർട്ടിഫിക്കറ്റിനുള്ളതും എൻട്രീസ് കിട്ടുകയുള്ളൂ. ഒപ്പം നമ്മുടെ എക്സാമിൻ്റെ
ID കാർഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഐ ഡി കാർഡ് നമ്മുടെ കയ്യിൽ കാണണം. കാരണം അതും പിന്നീട് ഉപകാരമുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ, സപ്പോസ് ഇഫ് യു ആർ ഡൂയിങ് ദ MSW കോഴ്സ് ഇൻ ഫസ്റ്റ് ഇയർ ഓർ MEG കോഴ്സ് ഇൻ ഫസ്റ്റ് ഇയർ, ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ ഫസ്റ്റ് ഇയർ ആണ് ചെയ്യുന്നതെങ്കിൽ എക്സാമിന് ശേഷം നമ്മുടെ മാർക്ക് ഷീറ്റ് വരികയില്ല. നമ്മൾ കോഴ്സ് എന്ന് കംപ്ലീറ്റ് ചെയ്യുന്നോ അതിനുശേഷം മാത്രമായിരിക്കും മാർക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. ഒപ്പം നമ്മളൊരു സബ്ജക്റ്റിന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അത് പാസ് ആവാതെ നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ എത്തുകയില്ല. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഏത് എക്സാമോടെ, ഇപ്പോൾ ജൂൺ സെക്ഷൻ ആയിക്കോട്ടെ, ഡിസംബർ സെക്ഷൻ, ജനുവരി സെക്ഷൻ ആയിക്കോട്ടെ, ഏത് എക്സാമിന് കൂടെ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു അതിനുശേഷം മാത്രമേ നമ്മുടെ മാർക്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി ഡിസ്പാച്ച് ചെയ്ത് അത് നമ്മുടെ കയ്യിൽ എത്തുകയുള്ളൂ. നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ ഒരു കാരണവശാലും നമ്മുടെ തോറ്റ സബ്ജക്റ്റുള്ള മാർക്കുകൾ കൊടുക്കില്ല. ഫൈനലായിട്ട് ബെറ്ററായിട്ട് നമ്മൾ ഏത് എക്സാമാണോ എഴുതുന്നത് ആ എക്സാമിൻ്റെ മാർക്കായിരിക്കും നമ്മുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കൂടെ വരുന്നത്. എല്ലാ വർഷവും തന്നെ നമുക്ക് ഇഗ്നോ 2 എക്സാം തരുന്നുണ്ട്, ഒന്ന് ജൂണിലും അടുത്തത് ഡിസംബറിലും. അപ്പം ഏത് എക്സാമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ജൂൺ മാസത്തെ എക്സാമിൻ്റെ കൂടെ 2 or 3 സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ട് എക്സാം കൊടുക്കുക. ബാക്കി സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഡിസംബർ മാസത്തിലേക്കും എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ഇമ്പ്രൂവ്ഡ് ആയിട്ട് മാർക്ക് കിട്ടുവാനുള്ള അവസരവും കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇഗ്നോ സംബന്ധമായ എക്സാമിൻ്റെ കൂടെ ഉള്ളത്. എപ്പോഴും ഓർക്കുക, നമ്മൾ എക്സാം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കും ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ പ്രൊസീജിയറൊക്കെ നടത്തി നമ്മുടെ റിസൾട്ട് ഔട്ട് ആവാൻ വേണ്ടി. സോ അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. റിസൾട്ട് വന്നതിന് ശേഷം 40 days മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് റീവാലുവേഷന് കൊടുക്കാനുള്ളത്. അപ്പോൾ റീവാലുവേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീവാലുവേഷൻ കൊടുക്കാം. പലപ്പോഴും ഇംപ്രൂവ്ഡ് മാർക്ക് കിട്ടാറുണ്ട്. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് പോവാം. 30 മാർക്ക് കിട്ടിയ പലരും ജയിച്ചിട്ടുണ്ട്, 25 മാർക്ക് കിട്ടിയവരും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റീവാലുവേഷൻ കൊടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ അതിൻ്റെ ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് പിറ്റത്തെ 6 മാസത്തിന് ശേഷമുള്ള എക്സാം അറ്റൻഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ കോൺവൊക്കേഷൻ്റെ കാര്യം മറക്കാതിരിക്കുക. 6 or 8 മാസത്തിനുള്ളിൽ കോൺവൊക്കേഷനെ വിളിക്കും. അപ്പോൾ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. റീജിയണൽ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാനുള്ള അവസരമുണ്ട്. ഇനി അത് വേണ്ടാത്തവരാണെങ്കിൽ ബൈ പോസ്റ്റായിട്ട് അയച്ചു കിട്ടും, അല്ലെങ്കിൽ നമുക്ക് റീജിയണൽ സെൻറ്ററിൽ ഡയറക്റ്റ് ചെന്ന് അത് കൈപ്പറ്റുവാനുള്ള പെർമിഷനും ഉണ്ട്. So these many are the major things what I have to wanted to discuss with you about the IGNOU exam and what happens after the exam.